നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അധ്യാപകർക്കും അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെയുള്ള ചില വിദേശ അവസരങ്ങൾ, പ്രത്യേകിച്ച് 3 രാജ്യങ്ങളിലെ UK, ഓസ്ട്രേലിയ, അതേപോലെ ഉസ്ബെക്കിസ്ഥാൻ, ഈ രാജ്യങ്ങളിലെയൊക്കെ അവസരങ്ങൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യയിലെ ഒരു അവസരവും ഞാൻ സൂചിപ്പിക്കാം. അതും ഒരു ഡിഗ്രി ഉള്ളവർ മുതൽ, അല്ലെങ്കിൽ ഡിഗ്രിയും BEdും ഒക്കെ ഉള്ളവർക്ക്, അതല്ലെങ്കിൽ ഡിഗ്രിയും BEdും ഒരു 1 ഇയർ എക്സ്പീരിയൻസ് വരെയൊക്കെ ഉള്ളവർക്കുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തെ അധ്യാപകരാകുവാനുള്ള അവസരങ്ങൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഉള്ളത് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നോക്കുക, ഇന്ത്യൻ അധ്യാപകർക്ക് ലോകത്തെമ്പാടും വലിയ ഡിമാൻഡാണുള്ളത്. നമ്മുടെ പഴയ തലമുറയിലുള്ള, പ്രത്യേകിച്ച് എൻ്റെ പല റിലേറ്റീവ്സും, അവരൊക്കെ ആഫ്രിക്കയിലും നൈജീരിയയിലും സിംബാബ്വേയിലും ഒക്കെ വർഷങ്ങൾ അധ്യാപകരായി ജോലി ചെയ്തവരാണ്. നമുക്കറിയാം, ഗൾഫിൽ ഒത്തിരി ഇന്ത്യൻ അധ്യാപകരെ കാണാൻ കഴിയും, മാൽദീവ്സിൽ കാണാൻ കഴിയും, അതല്ലെങ്കിൽ ഇന്ത്യക്ക് സമീപത്തുള്ള നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ എൻ്റെ സൗഹൃദത്തോട് വരെ പലരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യൻ അധ്യാപകർക്ക് വലിയ ഡിമാൻഡാണ്. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിലെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആദ്യം ഞാൻ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു അവസരം സൂചിപ്പിക്കാം. ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നാം അറിയുന്നത് പോലെ ഒരു സെൻട്രൽ ഏഷ്യയിലുള്ള, അല്ലെങ്കിൽ പഴയ USSRന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ ഉസ്ബെക്കിസ്ഥാനിൽ അവരുടെ മിനിസ്ട്രിയിൽ അധ്യാപകരാകുവാനായിട്ട് അവസരം, അതും ഒരു മാസം ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപയൊക്കെ ഇന്ത്യൻ റുപ്പീസ് ശമ്പളത്തിൽ സൗജന്യ അക്കോമഡേഷനോടെ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. അപ്പൊ ആർക്കായിരിക്കും ഇതിന് എലിജിബിൾ ആവുക? ഓർക്കുക, ഇതിന്റെ എലിജിബിലിറ്റി മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷെ അതിനോടൊപ്പം, അത് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതിനോടൊപ്പം BEd വേണം, പ്ലസ് 1 ഇയർ ഇംഗ്ലീഷ് ടീച്ചിങ് എക്സ്പീരിയൻസും വേണം. കാരണം ഇത് ഇംഗ്ലീഷ് അധ്യാപകരായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനി ഡിഗ്രി പ്ലസ് BEd പ്ലസ് മിനിമം 1 ഇയർ ഇംഗ്ലീഷ് ടീച്ചിങ് എക്സ്പീരിയൻസ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി വേണം, TESOL സർട്ടിഫൈഡ് ആയിരിക്കണം. എന്താണ് TESOL സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? TESOL എന്ന് പറഞ്ഞാൽ TESOL. ഇത് UK-യിലെ ട്രിനിറ്റി കോളേജ് ലഭ്യമാക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജ് എന്നുള്ളതാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത രാജ്യങ്ങളിലുള്ളവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനാണ്. ഇത് UK ക്വാളിറ്റി ഫ്രെയിംവർക്കിൽ 5 ലെവലാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് വെറും 5 മാസങ്ങൾ കൊണ്ട് പഠിക്കാനായിട്ട് കഴിയും. ഇത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ട്. അത് നമ്മുടെ കേരളത്തിലാണ്, അങ്കമാലിയിലുള്ള സില എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. സില എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. അത് 30 രാജ്യങ്ങളിലെ ആളുകൾ, അത് UK, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ വന്ന് ഈ കൊച്ചിയിൽ വന്നിട്ട് ഈ കോഴ്സ് പഠിക്കാറുണ്ട്. ഇനി നിങ്ങൾ വർക്കിംഗ് ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കണമെന്നില്ല, ഓൺലൈനിലൂടെയും ഒക്കെ പഠിക്കുവാനായിട്ട് കഴിയും. ഇതിനൊരു ഫീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഫീസ്, നിങ്ങൾ മുടക്കുന്ന ഒരു ഫീസ് നിങ്ങൾക്ക് ഈ ഉസ്ബെക്കിസ്ഥാൻ അവസരത്തിലൂടെ തന്നെ ഒരു 1 മന്ത് കൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഈ ഉസ്ബെക്കിസ്ഥാൻ അവസരം തന്നെ എടുക്കണമെന്നില്ല, ഈ TESOL സർട്ടിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഒത്തിരി അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ IELTS എക്സാമിനേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നവരെ കണ്ടിട്ടുണ്ട് അല്ലേ? അവരൊക്കെ ഈ TESOL സർട്ടിഫൈഡ് ആണ്. അവർക്കൊക്കെ ഏതാണ്ട് 3 ലക്ഷം രൂപയൊക്കെയാണ് ഇന്ത്യയിൽ പ്രതിമാസം ലഭ്യമാകുന്നത്. അപ്പോൾ ഈ TESOL എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേടാമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, അത് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ്. ആ സമയത്താണ് ഈ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നത്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ്. അതുകൊണ്ട് ഈ മാർച്ച് മാസത്തിലും നിങ്ങൾ TESOL എടുത്താൽ ഒരു 5 ആഴ്ചകൾ കൊണ്ട് ഇത് നേടി ഈ മെയ്യിൽ ഈ സെലക്ഷൻ ഒക്കെ നേടുവാനായിട്ട് അവസരമുണ്ട്. അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഉസ്ബെക്കിസ്ഥാനിൽ ഇംഗ്ലീഷ് അധ്യാപകരായി ജോലി ചെയ്യാനുള്ള അവസരമാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം, പ്ലസ് അക്കോമഡേഷൻ, മിനിസ്ട്രിയിലായിരിക്കും ജോലി. റിക്രൂട്ട്മെന്റ് ഒക്കെ സൗജന്യമാണ്. ഇതിന് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഡിഗ്രി പ്ലസ് BEd വേണം, പ്ലസ് 1 ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ ഇംഗ്ലീഷിൽ ഉള്ള ടീച്ചിങ് എക്സ്പീരിയൻസ്, പ്ലസ് ഈ TESOL സർട്ടിഫൈഡ് നോക്കണം. അപ്പം ഈ ഒരു അവസരം, ഇനി ഇതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിലയെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സിലയാണ് ഈ റിക്രൂട്ട്മെന്റ് എന്നെ അറിയിച്ചത്. നിങ്ങൾ TESOL സർട്ടിഫൈഡ് ആണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ TESOL സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിലും സിലയെ കോൺടാക്ട് ചെയ്യാം. സിലയുടെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. സില എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാഡമി. അവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കി ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ അവസരം ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് UK-യിലെ അവസരം ഒന്ന് മനസ്സിലാക്കാം.
മിനിമം ഡിഗ്രി എങ്കിലും ഉള്ളവർക്ക് UK സ്റ്റാർട്ടിങ്ങിൽ ഒരു 39 ലക്ഷം രൂപ പ്രതി വർഷ ശമ്പളത്തിൽ ജോലി നേടുവാനായിട്ടുള്ള ഒരു അവസരമാണ്. അതും QTS ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസോടെ ജോലി നേടുവാനുള്ള ഒരു അവസരമാണ്. അപ്പൊ എന്തായിരിക്കും ഈ ഒരു അവസരം? ഞാനൊന്ന് വിശദമാക്കാം. ഈ അവസരം എന്നോട് ഈ UK സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി സൂചിപ്പിച്ച ഒരു അവസരമാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ തന്നെ നൽകിയിട്ടുണ്ട്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഉസ്ബെക്കിസ്ഥാൻ അവസരത്തെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് UK അവസരം? UK ഒരു കോഴ്സ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അവിടുത്തെ QTS സ്റ്റാറ്റസോടെ ടീച്ചേഴ്സ് ആകാനായിട്ട് കഴിയുന്നത്. കോഴ്സിന്റെ പേര് PGCE എന്നുള്ളതാണ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇതൊരു 2 ഇയർ കോഴ്സാണ്. ഈ കോഴ്സ് 2 ലെവലിലുണ്ട്. ഒന്ന് പ്രൈമറി QTS എന്ന് പറയും, അതായത് ഒരു 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ട്രെയിനിങ് ആണ് പ്രൈമറി QTS എങ്കിൽ. സെക്കൻഡറി QTS എന്ന് പറയുമ്പോൾ 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള സെക്കൻഡറി ലെവൽ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ട്രെയിനിങ് ആണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം, ഈ PGCE എന്നുള്ളത് ഒരു 2 ഇയർ പ്രോഗ്രാമാണ്. ഇതിന്റെ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് പക്ക ക്ലാസ്സുകളായിരിക്കും. സെക്കൻഡ് ഇയറിൽ UK സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. അപ്പം നമുക്കറിയാം B.Ed ഒക്കെ പഠിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് പോലെയുള്ള ട്രെയിനിങ്ങുകളായിരിക്കും ഇവിടെ ലഭ്യമാവുക. അപ്പൊ ഈ 2 ഇയർ കോഴ്സ് നേടിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ജോബിലേക്ക് പോകാം. ഇവിടെ ജോബ് അഷ്യൂർഡ് ആണ്. കാരണം ഈ ടീച്ചിങ് എന്നുള്ളത് UK ഒരു ക്രിട്ടിക്കൽ സ്കില്ലിൽ പെടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം തീർത്താൽ മിനിമം 39 lakh ഇന്ത്യൻ റുപ്പീസ് പെർ ആനത്തിൽ ജോലിയിലേക്ക് എത്താം. പക്ഷെ ഓർക്കുക, ഈ 2 ഇയർ പ്രോഗ്രാമിന് എക്സ്പെൻസ് ഉണ്ട്. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപയായിരിക്കും ഇതിന്റെ ഫീസ് വരിക. ഒരു 10 ലക്ഷത്തോളം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ബാക്കി ഒരു 30 ലക്ഷം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് വേണം ഇത് പഠിക്കുവാനായിട്ട്. നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ സ്റ്റഡി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിന്റെ നമ്പർ നൽകിയേക്കാം. അവരുടെ എക്സ്പേർട്സ് ആണ് എന്നോട് ഈ ഒരു അവസരം സൂചിപ്പിച്ചത്. ഇതിന് നേരിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആദ്യം നിങ്ങൾ UK ഗവൺമെന്റിൽ അപ്ലൈ ചെയ്ത് അവരുടെ അപ്രൂവൽ നേടിയിട്ട് വേണം ഈ കോഴ്സ് പഠിക്കുവാനായിട്ട്. അപ്പോൾ അതിന്റെ സേവനങ്ങളെല്ലാം ഈ സ്റ്റഡി ക്ലോക്കിൽ നിന്ന് തന്നെ ലഭ്യമാവും. അവരുടെ സേവനങ്ങളൊക്കെ സൗജന്യമാണ് തന്നെ. അപ്പോൾ UK അധ്യാപകരായിട്ട് ജോലി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ PGCE എന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ഓസ്ട്രേലിയൻ അവസരം വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന ഒരവസരം ഒന്ന് സൂചിപ്പിക്കാം. ഇതാ നോക്കുക, ഇന്ത്യയിലും വിദേശത്തും ഒക്കെ നിങ്ങൾ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ B.Ed നേടിയിരിക്കണം എന്ന് നമുക്കറിയാം. അപ്പൊ ഈ B.Ed പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ M.Ed പോലെ അല്ലെങ്കിൽ മറ്റ് ഡിപ്ലോമ ഒക്കെ ഈ മേഖലയിൽ പഠിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കൺസൾട്ടൻസിയെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലും വിദേശത്തും ഒക്കെ പ്രവർത്തനമുള്ള ഗ്ലോബൽ അക്കാഡമി എന്നുള്ളതാണ് ആ ഒരു സ്ഥാപനം. അതാണ്ട് 20-25 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ഗ്ലോബൽ അക്കാഡമി എന്നുള്ളത്. നോക്കുക, ഇവര് ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടുന്നതിനുള്ള സപ്പോർട്ട് മാത്രമല്ല നൽകുന്നത്, മറിച്ച് പഠന സമയത്ത് ഉദാഹരണത്തിന് സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ, അതിന്റെ ഫീ പേയ്മെന്റ്, പ്രാക്ടിക്കൽ കാര്യങ്ങൾക്കുള്ള സപ്പോർട്ട്, യൂണിവേഴ്സിറ്റിയുമായിട്ട് വേണ്ട കറസ്പോണ്ടൻസ് നടത്തുക, ഡോക്യുമെന്റേഷൻ, ഈ മേഖലയിലെല്ലാം ഈ ഗ്ലോബൽ അക്കാഡമിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നേടുവാനായിട്ട് കഴിയും. ഇവർ സൂചിപ്പിക്കുന്നത് UGC അല്ലെങ്കിൽ NCET അംഗീകാരത്തോടെയുള്ള യൂണിവേഴ്സിറ്റികൾ, അത് കേരളത്തിനും വെളിയിലുമൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇങ്ങനെയുള്ള ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളുടെ അഡ്മിഷനും മറ്റു പ്രവർത്തനങ്ങൾക്കും ഇവരെ സമീപിക്കാം എന്നാണ്. ഓർക്കുക, ഇവരെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ജോലിയെയും സമയത്തെയും ബാധിക്കാതെ തന്നെ നിങ്ങളുടെ ടീച്ചിങ് സ്വപ്നം പൂവണിയുവാനായിട്ട് ഇവരെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്ലോബൽ അക്കാഡമിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് ഈ അവസരങ്ങൾ മനസ്സിലാക്കാവുന്നു. ഇനി ഓസ്ട്രേലിയയിലെ ടീച്ചേഴ്സിനുള്ള അവസരം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു അവസരം എനിക്ക് ചൂണ്ടിക്കാട്ടി തന്നത് ഓസ്ട്രേലിയയുടെ മാര ഏജന്റ് ആണ്. മാര ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷന് വേണ്ട കൺസൾട്ടൻസി നൽകുവാനായിട്ട് അവിടുത്തെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നവരെയാണ് മാര ഏജന്റ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു മലയാളി, അദ്ദേഹമാണ് ഈ ഒരു അവസരം എനിക്ക് ചൂണ്ടിക്കാട്ടി തന്നത്. അദ്ദേഹവുമായിട്ട് വിശദമായിട്ട് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് ഓസ്ട്രേലിയൻ അവസരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്. അപ്പൊ ഈ ഓസ്ട്രേലിയയിൽ ഈ ഒരു അവസരം നേരിട്ട് ജോലിയിലേക്ക് എത്തുന്ന അവസരമല്ല, മറിച്ച് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ, കുടിയേറ്റത്തിനുള്ള ഒരു അവസരമാണ്. അത് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഓർക്കുക, ഫ്രഷേഴ്സ് ആയിട്ടുള്ള അധ്യാപകർക്ക് വരെ ഓസ്ട്രേലിയയിലെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അതും എക്സ്പീരിയൻസ് വേണ്ട എന്ന് മാത്രവുമല്ല, എല്ലാ വിഷയങ്ങളിലും ഉള്ളവർക്കും അവസരമുണ്ട്. അവർക്ക് ഓസ്ട്രേലിയയിലെ ടീച്ചിങ് ഒക്കെ കൂടുതലും സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടല്ല, മറിച്ച് എല്ലാ മേഖലയിലുള്ളവർക്കും അവരെ കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് എല്ലാ സബ്ജക്റ്റുകാരെയും അവരെ കൺസിഡർ ചെയ്യാറുണ്ട്.
അപ്പം നിങ്ങൾക്ക് ഒരു B.Ed കാണണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങളൊരു ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ കഴിഞ്ഞ് ഒരു B.Ed കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണണം. കാരണം ഓസ്ട്രേലിയയിൽ ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടാണ്. എന്ന് മാത്രമല്ല IELTS-ലൊക്കെ നല്ല സ്കോർ നേടിയാൽ മാത്രമേ ഈ അവസരത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നിങ്ങൾ ഡിഗ്രിയും കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളവരാണ് എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിന് ട്രൈ ചെയ്യാം. ഇത് മൈഗ്രേഷൻ അവസരമാണ്. ആദ്യം നിങ്ങളുടെ പ്രൊഫൈല് ഈ മൈഗ്രേഷൻ എക്സ്പേർട്സിന് നൽകണം. അങ്ങനെയുള്ള ഈ ഞാൻ സൂചിപ്പിച്ച ഈ മാര ഏജന്റ്, അതായത് മാത്യൂസ് ഡേവിഡ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹമൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥാപനം, അസറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ നൽകുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് അസസ് ചെയ്യാനായിട്ട് കഴിയും. ഒരു മിനിമം പോയിന്റ്, ഒരു ലെവലൊക്കെ ഉണ്ട്. ആ ലെവൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല ലാംഗ്വേജ് സ്കിൽസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഓസ്ട്രേലിയയിൽ പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന തൊഴിൽ അവസരങ്ങൾ പിന്നീട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കുന്നതിനും തൊഴിലെടുക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് മൈഗ്രേഷനിലൂടെ ലഭിക്കുന്നത്. പിന്നീട് ജോലി കണ്ടെത്തേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം B.Ed-ഉം ഡിഗ്രിയുമുള്ള നല്ല ഇംഗ്ലീഷ് സ്കില്ലുള്ള ഫ്രഷേഴ്സിനും ഓസ്ട്രേലിയയിൽ ഒട്ടനവധി തൊഴിൽ അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന നമ്പറിൽ അസറ്റ് മൈഗ്രേഷനെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ സൂചിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലുമൊക്കെയുള്ള ചില അധ്യാപക അവസരങ്ങളാണ്. അധ്യാപകർക്കും അല്ലെങ്കിൽ അധ്യാപകനാകുവാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെയുള്ള അവസരങ്ങളാണ്. ഇതിൽ ചിലത് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചില കോഴ്സുകൾ അല്ലെങ്കിൽ ചില പ്രോഗ്രാംസിലൂടെയൊക്കെ മാത്രമേ എത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അതാത് എക്സ്പേർട്സുമായിട്ട് അല്ലെങ്കിൽ അതാത് സ്ഥാപനങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിരിക്കുന്ന എക്സ്പേർട്സിന്റെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ കോൺടാക്ട് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. എന്റെ വാക്കുകൾ മാത്രം മുകളിൽ എടുക്കില്ല. കാരണം ഞാൻ ഇതിനകത്ത് വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിങ്ങൾക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.